കേരളത്തിൽ കാലവർഷം കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. വടക്കൻ ജില്ലകളിൽ നാളെ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത. വയനാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി ദേവൻ എപ്പിയുണ്ട്. ദേവൻ, എന്താണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ? അരുണ്യ, സംസ്ഥാനത്ത് കാലവർഷം കനക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും നാളെ 3 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടും കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാനത്തുടനീളം നാളെ ശക്തമായ മഴ ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിൽ നാളെ അതിതീവ്ര മഴയ്ക്കാണ് ഇപ്പോൾ സാധ്യതയായിട്ട് നിലനിൽക്കുന്നത്. അതേസമയം ഇന്നത്തെ മഴ മുന്നറിയിപ്പിൽ വലിയ മാറ്റമില്ലാതെ തന്നെയാണ് തുടരുന്നത്. ഇന്ന് ഈ പറയുന്ന പോലെ തന്നെ വടക്കൻ ജില്ലകളിൽ ഒരു ശക്തമായ മഴ ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും മധ്യ കേരളത്തിലും തെക്കൻ ജില്ലകളിലും കാര്യമായ മഴ ഇന്ന് ലഭിക്കാൻ ഇടയില്ലെന്നായിരുന്നു കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശമുണ്ടായിരുന്നത്. അതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നതും. ഏതായാലും മഴ കനക്കുന്നതോടുകൂടി തന്നെ അതനുസരിച്ചുകൊണ്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി പാലിക്കണമെന്ന് കൂടി ഈ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒപ്പം തന്നെ കാലാവസ്ഥാ വകുപ്പും മറ്റ് സർക്കാർ സംവിധാനങ്ങളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും മലയോര മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണം. ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്ത് അരുവിക്കര ഡാമിന്റെ ഷട്ടർ ഇപ്പോൾ തന്നെ ഉയർത്തിയിട്ടുണ്ട്. മാത്രമല്ല പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്കുള്ള സന്ദർശകരുടെ വിലക്കും ഇപ്പോൾ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇടുക്കിയിലൂടെയുള്ള രാത്രി യാത്രയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ മലയോര മേഖലയിൽ കനത്ത ജാഗ്രത, മണ്ണിടിച്ചിൽ സാധ്യതയൊക്കെ നിലനിൽക്കുന്നതിനാൽ തന്നെ കനത്ത ജാഗ്രത പുലർത്തുന്ന നിർദ്ദേശമാണ് നൽകുന്നത്. ഒപ്പം തന്നെ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധന മേഖലയിൽ തൊഴിലെടുക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഏതായാലും സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. ഈ ജൂൺ മാസത്തിലെ ആദ്യ ദിവസങ്ങളിൽ മഴ ശക്തിയാകുമെന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നാളെ 3 ജില്ലകളിൽ റെഡ് അലർട്ടും 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും ഉണ്ട്. സമാനമായ രീതിയിൽ തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ട അടക്കമുള്ള തെക്കൻ ജില്ലകളിലും മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു മുന്നറിയിപ്പായി നൽകുന്നില്ല. പക്ഷേ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ഈ ജില്ലകളിലും ലഭിക്കാനുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അരുണ്യ.